പോലീസ് ജീപ്പാന്നൊക്കെ എനിക്ക് കണ്ടാൽ അറിയാം ചന്ദ്രഹാസൻ. ഞാൻ ഉടനെ മാറ്റി തന്നേക്കാം. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? സാറ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്ന വികലാംഗയെ ആ പെൺകുട്ടിയുടെ 2 സ്നാപ്പ് എടുക്കണം. ആ കുട്ടിയോട് 2 വാക്ക് സംസാരിക്കണം. അത് സംസാരിക്കുന്ന കുട്ടിയല്ല. അറിയാം സാറേ, എനിക്ക് സംസാരിക്കാലോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്കൊരു സ്റ്റോറി ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയതല്ലേ സാറേ. നാളെ ഫ്രണ്ട് പേജിൽ കൊടുക്കാന്നാ ചീഫ് എഡിറ്റർ പറഞ്ഞിരിക്കുന്നത്. എന്ത് സ്റ്റോറി? കഴിഞ്ഞ വർഷമായി പോലീസിന്റെ നോട്ടപ്പുള്ളിയും വേട്ടപ്പുള്ളിയും പക്ക ക്രിമിനലുമായ ഹരീഷ് എന്ന ഭീകരൻ ഈ വീട്ടിൽ അതിക്രമിച്ചു കയറി വികലാംഗയായ ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അമല മേഡത്തെയും പ്രായം ചെന്ന മുത്തശ്ശിയെയും കഠിനമായി ദേഹോപദ്രവമേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പല ക്രിമിനൽ കേസിലും പ്രതിയാ പരാതിക്കാരനായ ഹരീഷ്. 2 കൊലപാതക കുറ്റങ്ങളും 2 കൊലപാതക ശ്രമങ്ങളും അയാളുടെ പേരിലുണ്ട്. നിങ്ങളുടെ സ്റ്റേഷനിൽ തന്നെ അയാളുടെ പേരിൽ 3-4 ക്രിമിനൽ കേസുണ്ട്. മിസ്റ്റർ ചന്ദ്രാസൻ തന്നെ അയാളെ പലതവണ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനലിന്റെ കള്ളപ്പരാതിയിൽ നടപടിയെടുക്കാൻ ഓടി വന്ന ചന്ദ്രഹാസനെ പറ്റി ജനങ്ങളും അധികാരികളും ഒക്കെ ഒന്ന് അറിയട്ടെ. ഹരീഷ് എന്ന ക്രിമിനൽ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച വികലാംഗയായ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്ന ചന്ദ്രാസന്റെ വീരകൃത്യം ജനങ്ങളൊന്ന് കാണട്ടെ. ചന്ദ്രാസൻ അതൊരു അഭിമാനമല്ലേ? ഹരി, ചന്ദ്രാസന് 2 ഫോട്ടോ എടുക്കണം. ഒന്ന് ക്ലോസപ്പും ഒരു ഹാഫ് സൈസും. നാളെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരാനുള്ളതാ. വേണ്ട വേണ്ട, ഫോട്ടോ എടുക്കണ്ട. വെയിറ്റ്. എന്താ, എന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല, നിങ്ങളെങ്ങനെ അറിഞ്ഞു വിവരങ്ങളൊക്കെ? സംഭവം നടന്ന ഉടനെ തന്നെ അമല മേഡം പത്ര ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടെ വാർത്ത റെഡിയായി കഴിഞ്ഞു. ചന്ദ്രഹാസൻ ഈ മിണ്ടാൻ വയ്യാത്ത കുട്ടിയെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്ന പടം കൂടെ കിട്ടിയ സംഗതി ജോറായി. ഹരി, ആ കുട്ടിയുടെ പടം എടുക്ക്. വേണ്ട, പടം എടുക്കാൻ വരട്ടെ. എന്താണ്, ചാനലിന്റെ വണ്ടി പുറകെ വരുന്നുണ്ട്. അവരും കൂടെ വന്നിട്ട് മതിയോ? അല്ല, അവരെന്തിനാ വരുന്നേ? ഇത് ഭയങ്കര സെൻസേഷണൽ സ്റ്റോറി ആവാൻ പോവല്ലേ. നിങ്ങളുടെ നക്ഷത്രം തെളിഞ്ഞു ചന്ദ്രഹാസൻ. ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി ആൺതുണയില്ലാത്ത 3 സ്ത്രീകളെ അപമാനിക്കാനും പീഡിപ്പിക്കാനും കൊല്ലാനും ശ്രമിച്ച ക്രിമിനലിനെതിരെ നിങ്ങൾ ആക്ഷൻ എടുത്തോ? ഇല്ല. ഇവരുടെ പരാതി സ്വീകരിച്ചോ? ഇല്ല. ഇവർക്ക് പറയാനുള്ളത് കേൾക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തോ? അതും ഇല്ല. ചാനലുകാരോട് കൊണ്ട് വരട്ടെ ചന്ദ്രഹാസൻ. നിങ്ങൾ ഉടനെ തന്നെ പ്രശസ്തിയിലേക്ക് കുതിച്ചുയരാൻ പോവുകയല്ലേ. അമല മേഡം, പോലീസിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ പരാതി നിങ്ങളുടെ കയ്യിലില്ലേ? അതിങ്ങ് തരണം. പോലീസിന് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അതുകൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. ചന്ദ്രഹാസൻ സ്വീകരിക്കാത്ത പരാതിയുടെ ഉള്ളടക്കം ജനങ്ങൾ അറിയട്ടെ. അതിന് ഞാനിവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഫോട്ടോയും വാർത്തയൊക്കെ? നിങ്ങൾ എടുക്കാൻ പോവുകയല്ലേ? ഇപ്പൊ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമല്ലോ. ഞാനിവിടെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ലെങ്കിലോ? 2-1 തെളിച്ച് പറ ചന്ദ്രഹാസൻ. നിങ്ങൾ ശീതളിനെ കസ്റ്റഡിയിൽ എടുക്കൂ ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? ഒരു പരാതി കിട്ടിയ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനുണ്ട്. എങ്കിൽ ഇവരുടെ പരാതി അന്വേഷിച്ചോ? അതും അന്വേഷിക്കും. ഒരു ഫോട്ടോ എടുത്തിട്ട് പരാതി തരാം. ഇതൊന്ന് വിടർത്തി പിടിച്ചേ. ഇതാ, ആക്ഷൻ എടുത്തിരിക്കണം. പരാതി നോക്കട്ടെ, എന്നിട്ട് ആവശ്യമൊന്ന് കണ്ടാൽ എടുക്കും. മിസ്റ്റർ കിഷോർ, ആ വണ്ടി ഒന്ന് മാറ്റി ഞങ്ങൾക്ക് പോകാം. ആ വണ്ടി ഒന്ന് മാറ്റിക്കൊടുത്തേക്ക്. കിഷോറേട്ടൻ തക്ക സമയത്ത് തന്നെ എത്തിയത് നന്നായി. ഇതൊക്കെ കുറച്ച് നേരത്തെ തന്നെ വിളിച്ചു പറയണ്ട എന്നോട്. ഇതിപ്പോ കഷ്ടിച്ച ഓടി എത്തിയത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഇനി ഓർമ്മ വെച്ചോളൂ. ഏത് വലിയ കൊലകൊമ്പനായാലും മീഡിയക്കാരെന്ന് വെച്ചാ ഒന്ന് പേടിക്കും. ചാനലുകാർ വരുന്നുണ്ടോ? അത് ഞാൻ ചുമ്മാ വരട്ടിയതാ. പക്ഷെ അയാൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇത് വലിയ സംഭവമാക്കിയെന്നെ. രക്ഷപ്പെട്ടു. താങ്ക് യു കിഷോറേട്ടാ. രക്ഷപ്പെട്ടത് നിങ്ങളല്ല, അയാളാ. പേടിച്ചു പോയല്ലേ? സാരമില്ല.
താൻ എന്ന് മുതൽക്കോടെ ഈ പത്രക്കാരെ പേടിക്കാൻ തുടങ്ങിയത്? പേടിക്കേണ്ടവരെ പേടിക്കണ്ടേ മുരളി സാറേ? എന്ന് വെച്ച പത്രക്കാരെയും ചാനലുകാരെയും പേടിച്ചാ മതി, എന്നെ വക വയ്ക്കേണ്ട കാര്യമില്ലെന്ന് അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അർത്ഥമാക്കല്ലേ. എടോ, ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോഴാണ് തനിക്ക് കൊമ്പും മാലും ഒക്കെ മുളയ്ക്കുന്നത്. ആംസ് ബറ്റാലിയനിലേക്കോ ട്രാഫിക്കിലേക്കോ തന്നെ സ്ഥലം മാറ്റാൻ എനിക്ക് ഒരൊറ്റ ഫോൺ കോൾ മതി. മനസ്സിലായോ എനിക്ക്? അറിയാം മുരളി സാറേ, നിങ്ങളൊക്കെ അല്ലയോ ഭരിക്കുന്നേ. മുരളിയേട്ടാ, ഞാൻ കുറച്ച് താമസിച്ചു പോയി. എടോ, ഞാൻ ഭരണകക്ഷിയുടെ നേതാവെന്ന് മാത്രമേ തനിക്ക് അറിയാവൂ. ഈ മുരളീകൃഷ്ണന്റെ തനി സ്വഭാവം എന്താണെന്ന് തനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ മുരളി സാറിനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പോലീസുകാരനായി പോയില്ലേ സാറേ? ചട്ടവും റൂളും ഒക്കെ നോക്കിയാലേ എനിക്ക് പ്രവർത്തിക്കാനൊക്കൂ. ആ, കത്തിക്കുത്ത് നടത്തിയ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റാത്ത എന്ത് റൂളാണോ തനിക്കുള്ളത്? നരേന്ദ്രൻ തമ്പിയുടെ വളർത്തുമകളായ പൊട്ടിപ്പെണ്ണ് ഹരീഷിനെ വെട്ടി മുറിവേൽപ്പിച്ചെന്നുള്ളത് സത്യമല്ലേ? ഞാൻ ആ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങിയപ്പോഴാ സാറേ ഒരു പത്രക്കാരനും ഫോട്ടോഗ്രാഫറും കൂടി അവിടെ വന്നത്. അതിന് തനിക്കെന്താണോ? കുറ്റം ചെയ്തൊരു പ്രതിയല്ലേ താൻ കസ്റ്റഡിയിലെടുക്കുന്നത്? മുരളി സാറേ, മിണ്ടാൻ വയ്യാത്തൊരു കുട്ടിയാ, അതും പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി. അതിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയാൽ നാളത്തെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വരും. പിന്നെ തലയ്ക്ക് മൂളിയിരിക്കുന്ന ഏമാമാരെല്ലാം എന്നെ എടുത്തിട്ടങ്ങ് കോടയും. എന്റെ നിലനിൽപ്പ് ഞാൻ നോക്കണ്ടേ? ഞാൻ നേരിട്ട് വന്ന് പരാതി തന്നിട്ടും താൻ ഞഞ്ഞാപിഞ്ഞാ ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമമെങ്കിൽ തന്റെ നിലനിൽപ്പ് ശകലം അപകടത്തിലാവും. ആ, അതിരിക്കട്ടെ, ആരോടെ ഈ പത്രക്കാര്? ഞാനറിയാത്ത പത്രക്കാരൊന്നും ഇല്ല ഇവിടെ. മിസ്റ്റർ കിഷോർ മലയാളരമയുടെ സീനിയർ റിപ്പോർട്ടറാ. ഓ, അവനാണല്ലേ. ആ, അവനെ ഞാൻ കയ്യിലെടുത്തോളാം. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല മുരളി സാറേ. അയാളൊരു തീപ്പൊരിയാ. തൊടാൻ പോയാൽ നമ്മുടെ ദേഹം പൊള്ളുവെന്നേ ഉള്ളൂ. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മുരളിയേട്ടാ, ഈ അമ്മു നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ഹരിക്കുട്ടാ. വളരെ ശ്രദ്ധിച്ച അവളുടെ കളി. ഞാനോ അമ്മയോ കടുപ്പിച്ചൊന്ന് നോക്കിയാൽ ചൂളുന്നവളായിരുന്നു ഈ അമ്മു. അവക്ക് ധൈര്യം എവിടുന്ന് കിട്ടിയെന്നാ എൻ്റെ അതിശയം. ഹരിക്കുട്ടാ, ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഒരു തിയറിയുണ്ട്. ഒരാൾക്ക് ചവിട്ടി നിൽക്കാൻ ഉറപ്പുള്ളൊരു മണ്ണുണ്ടെങ്കിൽ അവനെ വീഴ്ത്താൻ ബുദ്ധിമുട്ടാണ്. മുരളിയേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? അമ്മൂനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നരേന്ദ്രൻ തമ്പി ഇല്ലെങ്കിലും തമ്പിയുടെ വീട് അവൾക്ക് വലിയൊരു രക്ഷാസങ്കേതമാണ്. തമ്പിയുടെ ഭാര്യ എന്ന നിലയിൽ അവൾക്ക് അവിടെ വലിയ അവകാശവും അധികാരവുമുണ്ട്. അതാണ് അവളുടെ ബലം. അത് നമ്മൾ ഇല്ലാതാക്കണം. അതത്ര എളുപ്പമാണോ? തമ്പി ജീവനോടെ ഇരിക്കുന്നു. അയാളുടെ ഭാര്യ എന്ന നിലയിൽ അമ്മു ആണല്ലോ ആ വീടിന്റെ ഉടമസ്ഥ. മറ്റുള്ളവരെ അവൾ അവിടുന്ന് പുറത്താക്കുമെന്നുള്ളതാ എന്റെ പേടി. ആ വീട്ടിൽ മതിയായ സുരക്ഷിതത്വമില്ലെന്ന് അവൾക്ക് തോന്നണം. ഒരു ഭയം. അത് നിങ്ങളുടെ ജോലി. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി ഞാനും തുടങ്ങാം. അവളെ സഹായിക്കാൻ ആരുമില്ലാതെ വന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് വരുവാടാ. ആ പത്രക്കാരനെ പേടിക്കണല്ലോ മുരളിയേട്ടാ. ഓ, പത്രക്കാരൊക്കെ ഞാൻ പിടിച്ചോളാം. അതിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. ഞാൻ പറഞ്ഞ കാര്യം ഗൗരവമായിട്ട് എടുക്കണം. അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിത്താ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇനിയെങ്കിലും നീ എന്നൊന്ന് ജീവിക്കാൻ അനുവദിക്കുക ഹരീഷേ. അങ്ങളെ, ഇതുവരെ നമ്മൾ എല്ലാ കാര്യത്തിനും ഒന്നിച്ച് നിന്നവരാ. ആ, അതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. മാനഹാനി, ധനനഷ്ടം, വീട്ടിൽ സമാധാനമുണ്ടോ? അതുമില്ല. ഭാര്യയും മക്കളും മുഖം വീർപ്പിച്ചിരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരുത്തന്റെ വിഷമം നിനക്ക് മനസ്സിലാവത്തില്ല. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവങ്ങളെ. നീയായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണ്ട. മുരളിയേട്ടൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ ഒന്നും പേടിക്കാനില്ല അങ്ങളെ. നഷ്ടപ്പെട്ടാലും നമുക്ക് തിരിച്ചു പിടിക്കാം. ചന്ദ്രേട്ട, ആ, ചന്ദ്രേട്ടനൊന്നിങ്ങ് വന്നേ. എന്താ സ്മിതേ? വേറെ കാര്യമൊന്നുമില്ല. അനന്തരവനുമായിട്ടുള്ള കൂടിയാലോചനയും രഹസ്യ സംഭാഷണവും ഒക്കെ ചന്ദ്രേട്ടൻ അങ്ങ് നിർത്തിയേക്കണം.
കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അത് കൊള്ളാലോ. എന്റെ ആങ്ങളെയും എന്റെ മോനും തമ്മിൽ സംസാരിക്കാൻ പാടില്ലേ? ഞാൻ എന്റെ ഭർത്താവിനോടാ പറഞ്ഞേ. മോശം കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ ഏതൊരു ഭാര്യയും ഭർത്താവിനോട് പറയും. അതേ ഞാനും ചെയ്തുള്ളൂ. ചേച്ചിക്ക് അറിയാവുന്നതിൽ കൂടുതലേ എന്റെ മോനെ ചന്ദ്രേട്ടൻ അറിയാം. അവൻ കുഷ്ഠരോഗിയൊന്നും അല്ല തീണ്ടാപ്പാട് അകലെ നിർത്താൻ. കുഷ്ഠരോഗമാണെങ്കിലേ അത് ചികിത്സിച്ചാ മാറും. പക്ഷേ ആര് നോക്കിയാലും സുഖപ്പെടാത്ത രോഗമാ നിന്റെ മകന്റേത്. അന്യന്റെ മുതലിനോടുള്ള ആർത്തി, അത് കിട്ടാൻ വേണ്ടി ആരെ വേണമെങ്കിലും ചതിക്കാനോ കൊല്ലാനോ ഒരു മടിയില്ലാത്ത പ്രകൃതം. അത് ചികിത്സിച്ചാ മാറോ? അങ്ങനെയുള്ളവരെ എന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കും. അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഷോ, നിങ്ങൾ വെറുതെ കലഹിക്കണ്ട. ഞാനും ഹരീഷും കൂടെ വെറുതെ ഓരോന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ. അതിൽ രഹസ്യവും ഗൂഢാലോചനയും ഒന്നുമില്ല. വെറുതെയുള്ള ആ സംസാരം പോലും എനിക്ക് ഇഷ്ടമല്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചതും. വാടക വീട് എടുക്കുന്നു പറഞ്ഞിട്ട് ദിവസം എത്രയായി? എന്നിട്ട് ഇതുവരെ എന്താ എടുക്കാത്തത്? അത് നല്ലൊരു വീട് ഒത്തു കിട്ടണ്ടേ? ഒത്തു കിട്ടിയത് ഈ വീടാണല്ലോ അല്ലേ? വാടക തരണ്ട, വീട്ടു ചെലവും തരണ്ട, എല്ലാം കൊണ്ട് ലാഭം. അതിപ്പോ ഇതെന്താ പെട്ടെന്നൊരു മഴ പെയ്ത് തീർന്ന പോലെ? ഞാൻ മുറ്റത്ത് വന്നപ്പോ ഇവിടെ വലിയ കോലാഹലം കേട്ടല്ലോ. നീ നാട്ടുകാരുടെ കാര്യം നോക്കിയാ മതി. വീട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ നിനക്ക് സമയമില്ല, താല്പര്യമില്ല. എന്റെ ചേച്ചിക്ക് എന്ത് പ്രശ്നമുള്ളത് എന്നോട് പറ. മിനിറ്റ് വെച്ച് ഞാനത് ശരിയാക്കി തരും. എങ്കിൽ നീ ഇവരെയല്ല ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്ക്. അപ്പൊ അത്രേ ഉള്ളൂ പ്രശ്നം. നിനക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം അത്. ഈ കുടുംബത്തിനൊരു പ്രശ്നം വന്നാൽ ഞാനത് കൈയും കെട്ടി നോക്കിക്കോ ചേച്ചി. എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് ചേച്ചി ഒന്ന് ക്ഷമിക്കും. അതിനകം ഞാനൊരു പോംവഴി ഉണ്ടാക്കാം. ഞാൻ ക്ഷമിക്കാൻ തുടങ്ങിയിട്ടേ നാളെ കുറച്ചായി. ഇനി നീ പറഞ്ഞത് അനുസരിച്ചില്ലാന്ന് വേണ്ട. മുരളി വിചാരിച്ചാൽ പാലപ്പടിക്കൽ വീട് എനിക്ക് തിരിച്ചു പിടിച്ചു തരാൻ പറ്റുമോ? അതും ആലോചിക്കാവുന്ന കാര്യമാണ്. ഹരിക്കുട്ടാ, എടാ ഒരു മാർഗമുണ്ട്. പക്ഷെ മനസ്സ് വയ്ക്കേണ്ട ഞാനല്ല, നീയാ. ഞാനോ? ഞാൻ എന്തു വേണോ എന്ന് പറഞ്ഞാൽ മാത്രം മതി മുരളിയേട്ടാ. 2 കോടി രൂപയുടെ കടം തീർത്ത് ആ വീട് എൻ്റെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുമെങ്കിൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം പണയം വെക്കാൻ അവർ തയ്യാറാ. ഓ, നിന്റെ ജീവിതമൊന്നും നീ പണയം വയ്ക്കണ്ട. താങ്ക്സ്. മുരളിയേട്ടനൊന്നും പറഞ്ഞില്ല. ഒരു പണയം തിരിച്ചെടുക്കാൻ നമുക്ക് വേറെ ചിലത് പണയം വെക്കേണ്ടി വരും. ഹലോ. നമസ്കാരം സാർ. അവിശ്വാസ പ്രമേയമൊക്കെ പാസ്സാവും രാധാകൃഷ്ണൻ. നമ്മുടെ പഞ്ചായത്ത് ഭരണം പോവൂ. അങ്ങനൊന്നുമില്ല സാർ, നമുക്ക് ഭൂരിപക്ഷമുണ്ട്. എന്തൊക്കെ സുഖം പറ. ജഗബേ, മിനിസ്റ്ററുടെ ബി എ.
നിവേദനമൊക്കെ കെട്ടുകണക്കിനുണ്ടല്ലോ ജേക്കപ്പേ. ആ റോഡ്, പാലം, കലുങ്ങ് തുടങ്ങി വിമാനത്താവളം വരെയാ ഓരോരുത്തർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനു വേണ്ടി 1 സെന്റ് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. അപ്പൊ പതിവ് പോലെ മിനിസ്റ്ററുടെ ചവിട്ടോട്ടെ തന്നെയായിരിക്കും ഇവന്റെ സ്ഥാനം അല്ലേ? പിന്നല്ലാതെ. ആരാ മിനിസ്റ്ററുടെ കൂടെയുള്ളത്? വല്ല സീരിയസ് കേസാണോ? ബാറുകാരാ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. വല്ലതും നടക്കുവോ? സാധ്യത കുറവാ. കോടതിയല്ലേ ഇപ്പൊ ഇടപെട്ടിരിക്കുന്നത്. പിന്നല്ലാതെ. അവര് പോയാലും ഉടനെ എന്നൊന്ന് കയറ്റി വരണേ ജേക്കപ്പേ. ഒരു പേഴ്സണൽ മാറ്ററാ. കുറച്ചു പേര് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും മുരളി സാർ പറയുമ്പോ എങ്ങനെയാ? ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ജേക്കപ്പേ, നോക്കിയാ മാത്രം പോരാ, വളരെ അർജന്റാ. ഓ ശരി. മേ കം ഇൻ സർ? യെസ്. നമസ്കാരം സാർ. ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. പുതിയ സിവിൽ സ്റ്റേഷൻ മന്ദിരത്തിന്റെ കല്ലിടിൽ. അത് കഴിഞ്ഞ് ആരെ അറിയിക്കാതെ ഒരു ദിവസം വിശ്രമിക്കാമെന്ന് കരുതിയ ഇവിടെ തങ്ങാമെന്ന് തീരുമാനിച്ചത്. എങ്ങനെയോ വാർത്ത ലീക്കായി. ഇപ്പോ നിവേദനക്കാരുടെ ബഹളമാണ്. ശരിയാ. പുറമേന്ന് നോക്കുമ്പോ മന്ത്രിയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ പരമസുഖ. ഞങ്ങളെ പോലെ അടുത്തറിയാവുന്നവർക്കല്ലേ സത്യാവസ്ഥ മനസ്സിലാവൂ. എന്തിനെങ്കിലും ഒരു പ്രൈവസി ഉണ്ടോ? നേരാമണ്ണൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റൂ? ഒന്നുമില്ല. രാജ്യസേവനത്തിന്റെ ഇടയ്ക്ക് സ്വന്തം സുഖവും സൗകര്യവും എല്ലാം വേണ്ടെന്ന് നോക്കിയല്ലേ സാറിനെ പോലുള്ളവർ ചെയ്യുന്നത്. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും കാര്യമല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനുവേണ്ടി സ്വന്തം സുഖസൗകര്യങ്ങളൊക്കെ ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം. താനിരിക്കേ. എന്താ തന്റെ പ്രശ്നം? അർജന്റാണെന്നെന്തോ പറഞ്ഞല്ലോ. സാറേ, ഇവിടെ നരേന്ദ്രൻ തമ്പി എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. എനിക്കറിയാം. ചത്തുപോയെന്നോ പിന്നെ തിരിച്ചു വന്നോന്നൊക്കെ പറഞ്ഞ കേട്ടാളല്ലേ? വലിയ സെൻസേഷൻ ആയിരുന്നല്ലോ ആ സംഭവം. അത് തന്നെ. നമുക്ക് അയാളൊരു സ്ഥിരം തലവേദനയാണ് സാറേ. ഇലക്ഷൻ ഫണ്ടിലേക്ക് നമുക്ക് അയാൾ തന്നത് നക്കാപ്പിച്ച. അതിന്റെ 10 ഇരട്ടി എതിർ സ്ഥാനാർത്ഥിക്ക് അയാൾ കൊടുക്കുകയും ചെയ്തു. നമ്മുടെ പാർട്ടിയോട് അയാൾക്ക് എന്തോ ശത്രുത ഉള്ളതുപോലെ എനിക്ക് തോന്നിയത്. നമ്മുടെ പാർട്ടിക്ക് ശത്രുക്കളല്ലേ ഉള്ളൂ. പക്ഷേ ഇയാളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല സാറേ. സാറേ, ഈയിടെ എൻ്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെയും ബന്ധുവിനെയും അയാൾ കള്ളക്കേസിൽ കുടുക്കി. മിനിസ്റ്ററുടെ ആളാണെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ വകവച്ചില്ല. അയാളെ എന്ത് ചെയ്യണമെന്നാ മുരളി പറയുന്നേ? സാറ് നോക്കിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാനിതിൽ നേരിട്ട് ഇടപെടണോ മുരളി? താൻ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്റെ ഫുൾ സപ്പോർട്ടുണ്ട്. അതുപോലെ അതുകൊണ്ട് കാര്യമില്ല സാർ. നമുക്ക് അയാളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒരു വിജിലൻസ് റെയ്ഡ് നടത്തണം. റെയ്ഡ് നടത്താനൊക്കെ ഒരു കാരണം വേണ്ടേ മുരളി? അയാൾ 10-30 വർഷം മുംബൈയിലായിരുന്നു. അക്കാലത്ത് കരിഞ്ചന്തയും കള്ളക്കടത്ത് വരുന്ന അയാളുടെ തൊഴിൽ. സ്വത്ത് മുഴുവൻ അങ്ങനെ സമ്പാദിച്ചതാ. ഇപ്പോഴും കള്ളപ്പണത്തിന്റെ ഒരു വൻ ശേഖരം തന്നെ അയാളുടെ കയ്യിലുണ്ട്. വേണ്ടത്ര തെളിവില്ലാതെ റെയ്ഡ് നടത്തുന്നതൊക്കെ വലിയ പുലിവാറാടോ? ഇല്ല സാർ. ഇപ്പോഴാണെങ്കിൽ നരേന്ദ്രൻ തമ്പി അയാളുടെ സഹായികളൊക്കെ ജയിലില്ല. അയാൾക്ക് ഒരു പുലിവാലും ഉണ്ടാക്കാൻ പറ്റില്ല. എടോ, എന്തെങ്കിലും ഒരു തെളിവില്ലാതെ സാർ ഇത് കണ്ടോ? എന്തായത്? അയാൾക്കെതിരെയുള്ള തെളിവാണോ? സാറ് നോക്കിയാട്ടെ. ഈ തിരക്കിൻ്റെയും ടെൻഷൻ്റെ ഇടയ്ക്ക് സാറിനെ പോലുള്ളവർക്കൊക്കെ റിലാക്സേഷൻ വേണ്ടേ?
അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എന്നെ പോലുള്ളവരല്ലേ? റെയ്ഡ് എന്ന് നടത്തണമെന്നാ മുരളി പറയുന്നേ. ഡേറ്റ് ഞാൻ അറിയിക്കാം സർ.